നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. കരുവന്നൂർ ഇനി ആത്മഹത്യാ മുനമ്പാവില്ല. കരുവന്നൂർ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കയ്പമംഗലം കൂരിക്കുഴിയിൽ കനത്ത കാറ്റിലും മഴയിലും വീടിന് നാശനഷ്ടം. കൂരിക്കുഴി പോക്കാക്കില്ലത്ത് ഷെഫീനയുടെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. വാർത്തകൾ വിശദമായി. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിന്റെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. വനപാലകർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരുവന്നൂർ ഇനി ആത്മഹത്യാ മുനമ്പാവില്ല. പാലത്തിൽ വയർ ഫെൻസിംഗ് യാഥാർത്ഥ്യമാകുന്നു. കരുവന്നൂർ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആത്മഹത്യകൾ കൂടി വരുന്നതിൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സ്ഥലം സന്ദർശിച്ച മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ആത്മഹത്യാ പ്രവണതകളിൽ നിന്നും മുക്തരാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സന്നദ്ധ സംഘടനകളെയും ജനമൈത്രി പോലീസിനെയും ഉൾപ്പെടുത്തി സംഘടനാ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ KSTP ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. വിദ്യാർത്ഥികളടക്കം 9 പേർ പാലത്തിൽ നിന്നും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. കയ്പമംഗലം കൂരിക്കുഴിയിൽ കനത്ത കാറ്റിലും മഴയിലും വീടിന് നാശനഷ്ടം. കൂരിക്കുഴി ഗ്രാമലക്ഷ്മി സ്കൈലൈൻ റോഡിൽ പോക്കാക്കില്ലത്ത് ഷെഫീനയുടെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. കനത്ത കാറ്റിൽ ഓട് തകർന്നു വീഴുകയായിരുന്നു. സംഭവ സമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടന്നു. സംസ്ഥാന ബാലപുരസ്കാര ജേതാവ് മാസ്റ്റർ ഡാവിഞ്ചി വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സുജന ബാബുവിന് നൽകിക്കൊണ്ട് ലോഗോ പ്രകാശനം നിർവഹിച്ചു. എല്ലാവരുടെ കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുക ഇത്രയും പറയാനുള്ളൂ. ഞാനത്ര ഇതൊന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ എല്ലാവരും തുടക്കം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക ഇത്രയും പറയാനുള്ളൂ. സന്തോഷം. PTA പ്രസിഡന്റ് FV ജോഷി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അശ്വതി സുരേഷ് വരച്ച ചിത്രമാണ് ലോഗോയായി തിരഞ്ഞെടുത്തത്. പ്രധാന അധ്യാപിക CV ബീന, സംഘാടക സമിതി അംഗങ്ങളായ PK അശോകൻ, TR രാജേഷ്, ഷൺമുഖൻ, KS ബേബി, AC ഭാസ്കരൻ, SK രാജൻ, ES രാജൻ, KS മോഹനൻ, സതീഷ് VV ഇസ്മായിൽ, വിജിത ബൈജു, കീർത്തന എന്നിവർ സംസാരിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥി സുമിത പര്യടനം നടത്തി. കൊമ്പത്തുകടവിൽ നിന്നും ആരംഭിച്ച പര്യടനം CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. മാണിയംകാവിൽ നടന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സാധാരണക്കാരന്റെ പക്ഷം പിടിച്ച് രാപ്പകലില്ലാത്ത വിധം ജനസേവനത്തിന്റെ ഉദാത്തമായ മാതൃക ഒരു നാടിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച ശ്രദ്ധേയായ ജനപ്രതിനിധി അഥവാ മാതൃകാ ജനപ്രതിനിധി എന്നെല്ലാം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സഖാവ് ബീന സുധാകരൻ നനച്ചിരിക്കാത്തതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമാണ്. ബീന സുധാകരന്റെ വേദന നമുക്കിടയിൽ ഒരു നെരിപ്പോട് പോലെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തെ പൊതുസമൂഹം അംഗീകരിച്ചേ മതിയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും വിധത്തിൽ ബോധപൂർവമായി സൃഷ്ടിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ്.
MM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, PK ചന്ദ്രശേഖരൻ, KV വസന്തകുമാർ, TK സന്തോഷ്, MR അപ്പുക്കുട്ടൻ, TK ഉണ്ണികൃഷ്ണൻ, സ്ഥാനാർത്ഥി സുമിത ദിലീപ്, UV വാസുദേവൻ, VK റാഫി എന്നിവർ പ്രസംഗിച്ചു. ജൂലൈ 30 നടക്കുന്ന കൊമ്പത്തുകടവ് ഡിവിഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF പൊതുയോഗം നടന്നു. മുൻ ആലത്തൂർ MP കുമാരി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ചുട്ടുപൊള്ളുന്ന മണലിലൂടെ തന്റെ കടപ്പുറത്ത് ചെന്ന് ഗാന്ധിജിയും അനുയായികളും ഉപ്പ് കുറുക്കി, ആ കുറുക്കിയെടുത്ത ഉപ്പുതരികൾ വാരിയെടുത്ത് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരനോട് പറഞ്ഞു, എന്റെ മുഷ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് തകർക്കുവാൻ സാധിച്ചേക്കും, പക്ഷേ എന്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. വീട്ടിനകത്തിരിക്കുന്ന അമ്മമാർ പോലും ഉപ്പെന്ന് പറയുന്ന ആയുധവുമായി ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി വന്ന ഇന്ത്യയുടെ പാരമ്പര്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട ദണ്ഡിയാത്ര. സ്ഥാനാർത്ഥി നസിയ മർസൂക്ക്, മണ്ഡലം പ്രസിഡന്റ് VA നദീർ, AA അഷ്റഫ്, PU സുരേഷ് കുമാർ, VM ബഷീർ, CK യുദ്ധി, വാസന്തി സുബ്രഹ്മണ്യൻ, പത്മിനി ഗോപിനാഥ്, ആമിന ആഷിഖ്, സുജയ ഉണ്ണികൃഷ്ണൻ, ശൈല പ്രകാശൻ, റസിയ അബു, മായ സാബു എന്നിവർ പ്രസംഗിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. നല്ല പ്രാതിനിധ്യമാണ് ഇപ്പോൾ കാണുന്ന സമ്മേളനം. കാരണം അന്വേഷിച്ചപ്പോൾ പെൻഷൻകാർക്കൊക്കെ ഒരു ഭയം ഉണ്ടായി തുടങ്ങിയിരുന്നു. കാരണം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം. ഇപ്പം നമ്മുടെ പെൻഷനെ സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവോ എന്നുള്ളൊരു ഭയം എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ളതായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. തന്നെയല്ല, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത്രയധികം കുടിശ്ശിക ഉണ്ടായിട്ടുള്ളൊരു കാലം നാളെ ഉണ്ടായിട്ടില്ല. യൂണിറ്റ് പ്രസിഡന്റ് KK റാഫേൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PP പുഷ്പാങ്കദൻ നവാഗതരെ സ്വീകരിച്ചു. KB ശശി, TK സദാനന്ദൻ, KK ദേവസിക്കുട്ടി, EK അലോഷ്യസ്, AF അഫ്രേം, PS ശൈലൻ, ലീല സുബ്രഹ്മണ്യൻ, NT വാസു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. കരുവന്നൂർ ഇനി ആത്മഹത്യാ മുനമ്പാവില്ല. കരുവന്നൂർ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കയ്പമംഗലം കൂരിക്കുഴിയിൽ കനത്ത കാറ്റിലും മഴയിലും വീടിന് നാശനഷ്ടം. കൂരിക്കുഴി പോക്കാക്കില്ലത്ത് ഷെഫീനയുടെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.